ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കണേ. അപ്പോൾ ഇന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നല്ല ഒരു അടിപൊളി ടാസ്ക് ആയിരുന്നു. പക്ഷെ ആ ടാസ്കിനെ എന്നത്തെയും പോലെ തന്നെ കുളമാക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മത്സരാർത്ഥികൾ. ശരിക്കും ഒരു ടാസ്ക് കൊടുത്താൽ അത് എങ്ങനെ കളിക്കണം എന്നൊന്നും അറിയാത്ത മത്സരാർത്ഥികളായി പോയി ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികൾ എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇന്നത്തെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ജ്യൂസ് കമ്പനികളാണ്. ഒരു നാരങ്ങ ജ്യൂസ് കമ്പനി, അതുപോലെ തന്നെ മറ്റൊരു ഓറഞ്ച് ജ്യൂസ് കമ്പനി. ഇതിൽ നാരങ്ങ ജ്യൂസ് കമ്പനി നമ്മുടെ നെവിനാണ് അതിൻ്റെ ഓണറെങ്കിൽ, ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാസ്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ, ഒരു കൊട്ടയ്ക്കകത്ത് കുറേ ബോട്ടിലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ കൊട്ടയ്ക്കകത്ത് നിന്നും ബോട്ടിലുകൾ കളക്ട് ചെയ്തിട്ട് അത് വളരെ ക്ലീൻ ചെയ്തിട്ട്, അതായത് അവരുടെ സ്റ്റാഫ് ക്ലീൻ ചെയ്തിട്ട് ഈ ബോട്ടിലുകളിൽ ഈ ജ്യൂസുകൾ നിറയ്ക്കുന്നു. ഈ ജ്യൂസുകൾ നിറച്ചിട്ട് അത് കൃത്യമാണോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മോലാളിമാർ ഇതിനെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അനുമോളും അതുപോലെ തന്നെ ജിഷിനുമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരിക്കുന്ന ആളുകൾ. അങ്ങനെ നമ്മുടെ അനീഷിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു 11ഓളം കുപ്പികൾ കൊണ്ടു കൊടുത്തെന്ന് തോന്നുന്നു അനീഷിന്റെ ടീമിൽ, 11ഓ 9ഓ. അപ്പോൾ ഇവര് എന്ത് ചെയ്യുന്നു, അനുമോൾക്കാണെങ്കിൽ അനീഷിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടു കൊടുക്കുന്ന കുപ്പികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിനകത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അതെല്ലാം റിജക്റ്റ് ചെയ്യണം. ഒരെണ്ണം പോലും അനുമോള് ശരിയാണെന്ന് വയ്ക്കുന്നില്ല, എല്ലാം റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ടാസ്ക് തുടങ്ങിയത് ഉച്ചയ്ക്ക് 2 മണിക്കാണെങ്കിൽ 6 മണിയായിട്ടും ആ ഒരു ടാസ്കിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിന്ന് പോവുകയാണ്. ലാസ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അനുമോള് ഒട്ടും സമ്മതിക്കുന്നില്ല അനീഷിൻ്റെയൊക്കെ ആ ഒരു ബോട്ടിലിന് മാർക്ക് കൊടുക്കാനായിട്ട്. അതായത് അവരുടെ ഒരു കുപ്പി പോലും, അവരുടെ ഒരു ബോട്ടിൽ പോലും ക്ലിയർ അല്ലെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനുമോള്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ടാസ്ക് തുടങ്ങിയ സമയത്ത് തന്നെ അനീഷിൻ്റെ ടീമിലുള്ളവർ ഒരുപാട് ഈ ബോട്ടിലുകളിൽ ഈ ജ്യൂസൊക്കെ നിറച്ചിട്ട് കൊണ്ടുവന്ന് ആ ഒരു ചെക്ക് ചെയ്യുന്ന ആളുകളുടെ ടേബിളിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പിന്നീട് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, അത് മറ്റാരും അടിച്ചുകൊണ്ട് പോവാതിരിക്കുക എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഇത് ആദ്യം മുതൽക്ക് നെവിനും ബാക്കിയുള്ള ആളുകളെല്ലാം അടിച്ചു മാറ്റി കുടിക്കുവന്നേ ഈ ജ്യൂസുകളൊക്കെ. എന്തൊരു കളിയാണിത്. അവരുടെ ടീം, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നെവിൻ്റെ ആൾക്കാർ തന്നെ ഈ ജ്യൂസൊക്കെ അടിച്ചു മാറ്റി കുടിക്കുന്നു, ബോട്ടിലിൽ നിന്ന് എടുത്ത് തറയിൽ ഒഴിച്ച് കളയുന്നു. ഈ കൂട്ടത്തിൽ അക്ബറും അതുപോലെ തന്നെ നെവിനും അക്ബറും ആര്യനും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡോക്ടർ ബിന്നി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പോലും അറിയുന്നില്ല. ശരിക്കും അവർക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക് എന്താണെന്നുള്ളത്. അങ്ങനെ എന്തൊക്കെ പറയാനും ആ ഒരു ടാസ്ക് കൊളമായി കിട്ടി. അതുവരെ ഇവർ കാണിച്ച ഈ കോലങ്ങളും കോപ്രായങ്ങളും മുഴുവനും കണ്ടിട്ട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ക്ഷമയെന്ന് പറഞ്ഞാൽ, ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്നത് ഇതിനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം കുലുങ്ങാതെ നിന്നു. ഒടുവിൽ പിന്നീട് ഈ ഒരു മാർക്ക് കൊടുക്കുന്ന സമയത്ത് അനുമോള് അനീഷിന് ഒരു പോയിന്റ് പോലും കൊടുക്കാനായിട്ട് തയ്യാറാവാതെ നിന്ന സമയത്തിന് അനീഷിന് കലിപ്പ് വന്നു. അതായത് 5 പോയിന്റ് നെവിൻ്റെ ടീമിനാണെങ്കിൽ 4 പോയിന്റ് നമ്മുടെ അനീഷിന്റെ ടീമിന് കൊടുത്തിരിക്കുകയാണ് ജിഷിന്. എന്നാൽ അനുമോളാണെങ്കിൽ ഒന്നും കൊടുക്കാൻ തയ്യാറാവുന്നുമില്ല. ഇവർക്ക് വേണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഇവർക്ക് ഗോൾഡ് കോയിനും കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതായപ്പോഴത്തേക്ക് അവിടെ ആ ലാസ്റ്റ് വന്ന സമയത്താണ് അനീഷ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്തത്. കാരണം അവരൊക്കെ അനീഷ് നിറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അനീഷിൻ്റെ ടീമുകാർ നിറച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നു, കുടിക്കുന്നു.
നിലത്തൊഴിക്കുന്നു, എടുത്ത് കളയുന്നു, ഒളിപ്പിച്ച് വെക്കുന്നു. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടും ഒരു ശകലം പോലും പതറാണ്ട് ആരോടും വഴക്കിന് പോവാണ്ട് നിന്ന ഒരാളാണ് അനീഷ് എന്ന് പറയുന്ന ആള്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ മാർക്ക് കിട്ടാനായിട്ട് അവിടെ ആ ഒരു തർക്കം വന്നപ്പോൾ അനീഷിന്റെ ടീം കൊണ്ടുവച്ച സാധനം വരെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞ ആളുകൾക്ക് 1ാം സ്ഥാനവും പിന്നീട് 2ാം സ്ഥാനത്തിലേക്ക് തഴയപ്പെടുന്നു അനീഷിന്റെ ടീം എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിന് ഹാലിളവി. ശരിക്കും അവിടെ നടന്നത് ഇന്നലെ വരെ 52 ദിവസം നമ്മൾ കണ്ട അനീഷയല്ല. പുള്ളിക്കാരന് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ആ ഓറഞ്ച് ജ്യൂസിന്റെ ആ ബോട്ടിലുകളൊക്കെ എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആന കരിമ്പിൻ കാട്ടിൽ കയറിയ ആനയുടെ ഒരു മട്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കരിമ്പിൻ കാട്ടിനകത്ത്, അതായത് കരിമ്പിൻ തോട്ടത്തിലേക്ക് ഒരു ആന കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ കാട്ടിക്കൂട്ടുക? അതിനപ്പുറമാണ് അനീഷ് അവിടെ കാട്ടിക്കൂട്ടിയത്. എല്ലാവരോടും ഒന്ന് പറഞ്ഞ് 2ാമത്തിന് യുദ്ധത്തിന് ഇറങ്ങുന്ന നമ്മുടെ അക്ബറൊക്കെ ആണെങ്കിൽ വായു പൊട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അനീഷ് തന്നെയാണോ? ഇതെന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ അക്ബർ മാത്രമല്ല, ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിലെ എല്ലാവരും അനീഷിന്റെ ദേഷ്യം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരന് അത്രയും സമയം ആരോടും പരാതിയൊന്നും പറയാണ്ട് ക്ഷമയോടുകൂടി നിന്ന് കളിച്ചു. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ടീമിലുള്ളവർ കഷ്ടപ്പെട്ട് ഓപ്പോസിറ്റ് ടീമിലുള്ളവരെക്കാളും കൂടുതൽ കുപ്പികൾ അവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വച്ചിട്ട് പോലും ഇവർക്കെതിരെ ഈ വൃത്തികേടുകളൊക്കെ കാണിച്ച ആളുകൾക്ക് മാർക്ക് കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കായാലും ദേഷ്യം വരും. പിന്നീട് ഇതിന്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹനുമോള് പിണങ്ങി കയറിപ്പോയി. എന്തുവാടെ ഇതൊക്കെ? ഇതൊരു ടാസ്ക് ആണെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഈ അനുമോൾക്കൊന്നും ഇല്ലേ? അനുമോളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ അടുത്താണ് ചോദിക്കുന്നത്, ഈ അനുമോളൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത്? അതൊരു ടാസ്ക് അല്ലേ? ആ ഒരു ടാസ്ക് തീരുവോളം അവിടെ നിൽക്കുന്നതല്ലേ മാന്യത? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ലൈവിൽ നടന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പലരും പറയുന്നുണ്ട്, അനുമോളല്ലേ ഈ ഒരു കണ്ടന്റ് അവിടെ കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി ഈ ലാസ്റ്റ് വന്നപ്പോൾ പുള്ളിക്കാരി അനീഷിന്റെ ടീമിന്റെ ആ ബോട്ടിലുകൾക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിൽ ഫെയിലായി എന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അനുമോൾ അതിനെ റിജക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ അനീഷ് ഈ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ലായിരുന്നു. ബിബിയിൽ എന്നത്തെ പോലെ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് അങ്ങ് പോയേനെ. അപ്പോൾ അനുമോള് ഇത് ഇങ്ങനെ ഒരു അതായത് അനീഷിന്റെ ബോട്ടിലുകളെ റിജക്റ്റ് ചെയ്തത് കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് അനുമോള് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അത്തരക്കാരോട് ഒന്നും പറയാനില്ല. എന്തായാലും ഇവിടെ സ്കോർ ചെയ്തത് അനീഷ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ശരിക്കും നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പക്വതയോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.